വോട്ടർമാർ അവർ സമ്മതിദായകാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. ഇപ്പോൾ പോളിംഗ് പണ്ടത്തെ ഒരു ഫോർമുലകളൊന്നും ഇപ്പോൾ ആരും വർക്ക് ചെയ്യാതെ കഴിഞ്ഞ തവണയും ഇവിടെ നല്ല പോളിംഗ് ആയിരുന്നു. എല്ലായിടത്തും പോളിംഗ് വർദ്ധിച്ചിരുന്നു. പണ്ടത്തെ സമവാക്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് വന്നിട്ടുണ്ട്. അത് ഗുണകരമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുമെന്നാണ് കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ ജനങ്ങൾ അവരുടെ വിധി എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ 3-ാം തീയതി വരെ എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരിക്കുക. 3-ന് ഇതിനിടയിൽ പ്രത്യേകിച്ച് പ്രവർത്തനം നടത്തിയിട്ട് വിധി അനുകൂലാക്കാനോ പ്രതികൂലാക്കാനുള്ള സിദ്ധികളൊന്നും ആരുടെ കയ്യിലില്ല. അവരവരുടെ വിധി എഴുതി. നമ്മൾ അവരുടെ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ, മണ്ഡലത്തിൽ MLA-മാർ ചെയ്ത കാര്യങ്ങൾ, പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ, അതെല്ലാം ജനങ്ങളിലേക്ക് നന്നായി എത്തിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ്. നെഗറ്റീവായ ഘടകങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നില്ല. പിന്നിപ്പോൾ അവരുടെ വിധി എഴുതി. അപ്പോൾ ഇനി 3-ാം തീയതി വരെ എല്ലാവരും സ്വസ്ഥമായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല അവർക്കിപ്പോ എല്ലാം അവർ മാത്രമല്ല, ഞാൻ പറഞ്ഞു, ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുക. കഴിഞ്ഞ തവണയും അവർ ആ രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നടത്തിയിരുന്നത്. അതിനകത്ത് സ്റ്റാഫിനെ വരെ കഴിഞ്ഞ തവണ തീരുമാനിച്ചിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിയാർ, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാർ, അത് ഉൾപ്പെടെ കഴിഞ്ഞ തവണയും തീരുമാനിച്ചിരുന്നല്ലോ. അപ്പൊ നമ്മൾ കാണേണ്ട ഭാഗം ഇത്തവണ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫാക്ടർ ഒന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചോ ഉണ്ടായില്ല. അതുമാത്രമല്ല, പോസിറ്റീവായ ഒത്തിരിയേറെ ഘടകങ്ങൾ ഉയർന്നു വന്നു. സർക്കാരും ഒടുവിൽ കുറേ കാര്യങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, കുറെ കൂടി വിസിബിൾ ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ വിധി എഴുതും. നല്ല വിജയം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വിധി കൗണ്ടിങ്ങിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. അല്ല, ഞാൻ ഭരണവിധം ആഞ്ഞടിക്കാൻ എന്തെങ്കിലും ഒരു എപ്പിക് സെന്റർ എവിടെയെങ്കിലും ഒരു പ്രഭവ കേന്ദ്രം വേണം. എന്തെങ്കിലും കാരണങ്ങൾ വേണമല്ലോ. ഇതുണ്ടെന്ന് പറയുന്ന ഒരു ഇന്ന കാരണം എന്ന് പറയാവുന്ന ഒരു കാരണവും ഇത്തവണ ഉണ്ടായില്ല. നിങ്ങളിപ്പോ ആരോടെങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പി രാജീവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വലിയ വിജയം ഇത്തവണ ഉണ്ടാകും കളമശ്ശേരിയിൽ എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ഒപ്പം LDF-നും ഇത്തവണ വലിയ വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ VD സതീശൻ എറണാകുളം ജില്ലയിൽ ഒരു ക്ലീൻ സ്വീപ്പ് അവകാശപ്പെട്ടിരുന്നു. അതിനും കൂടെ മറുപടി പറയുകയായിരുന്നു പി രാജീവ്.